വ്യാധിയും വന്നെത്തി ചിത്തത്തിലത്തലുമേറിയല്ലോ. വ്യാകുല ചിന്തകൾ കൂട്ടമായെത്തിയിട്ടു ആകുലമാക്കുന്നു മാനസത്തെ. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേകിടണേ. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേകിടണേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. യമൻ കനൽ കണ്ണു തുറിച്ചു മുമ്പിൽ കഠോരമാം ദംഷ്ടപുറത്തുകാട്ടി ശവസ്സു പൊട്ടിച്ചലഹുമ്പോളേതോ തളക്കിലുക്കങ്ങൾക്കിരുന്നിടേണം. എന്ന് നാവിനെ കൊണ്ട് ഭവാന്റെ നാമം ചൊല്ലിക്കണേ. ഞാനുടൽ വിട്ടിടുമ്പോൾ പാപിയാമെന്നെ യമന്റെ കയ്യിൽ ഏൽപ്പിച്ചിടല്ലേ. ഗുരുവായൂരപ്പ, നാമം ജപിച്ചും തിരുമേ നനച്ചും വർത്തിച്ചെനിക്ക് അന്ത്യമുഹൂർത്തമായാൽ സാധിക്കണം മൃത്യുജയം. സമീരനാഥന്റെ വൻപേറുമനുഗ്രഹത്താൽ ഒരാളുമില്ലെന്നെ മരിച്ചിടുമ്പോൾ തുണയ്ക്കുവാനീ വസുധാതലത്തിൽ വരേണമപ്പോൾ കുഴലും വിളിച്ചു മതീയ പാർശ്വത്തിൽ മധുപുരീശൻ. എപ്പോഴും ഭഗവാനോട് ആ പ്രാർത്ഥന മാത്രം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ശരീരം വിട്ടുപൊക്കോട്ടെ. പോകുന്ന സമയത്ത് കാണാം, എന്നെ സ്മരിച്ചുകൊണ്ട് നിൻ്റെ തിരുനാമം ജപിച്ചുകൊണ്ട് നിൻ്റെ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നമുക്കിതാ ഈ ശരീരം വിടാറുണ്ട്. ഭാഗവതം വായിക്കുന്നതും അമ്മ നമുക്ക് വർഷങ്ങളായിട്ട് ഇത് തരണതെല്ലാം ആ ശബ്ദം കേൾക്കാൻ. ആ കാൽച്ചിലമ്പൊച്ച കേൾക്കുന്നു കണ്ണ, വഞ്ചിക്കാതിങ്ങു വന്നാലും കിങ്ങിണി കിളുങ്ങുന്നതും കേൾക്കാം. എങ്ങേവൻ നിൽപ്പൂമൽ കണ്ണൻ വന്നാലും കണ്ണാ വന്നാലും കണ്ണാ വന്നാലും മണിവർണ്ണ നീ വന്നാലും കണ്ണാ വന്നാലും കണ്ണാ വന്നാലും കുഞ്ഞി പൈതലേ. കരങ്ങളിലോടക്കൂഴലുമായി പാദങ്ങളിലിപ്പാദദാസ അർപ്പിച്ചിടട്ടെ സർവവും. ആ തക്കരത്തിൽ ഓടക്കുഴലുമായിട്ട് നമ്മുടെ അടുത്തേക്ക് ഓടി വരട്ടെ കണ്ണൻ. ആ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാൻ, ആ പൊട്ടിച്ചിരി കേൾക്കാൻ, ആ മനോഹരമായിരിക്കുന്ന വേണുഗാനം കേൾക്കാൻ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അമ്മ അനുഗ്രഹിക്കട്ടെ. ആ കണ്ണനെ കണ്ടുകൊണ്ട് കണ്ണൻ്റെ കീർത്തനങ്ങളും നാമങ്ങളും പാടിക്കൊണ്ട് കണ്ണനായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈയുള്ളവൻ്റെ വാക്കുകൾ അമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും സജ്ജനങ്ങളുടെയും നാഥൻ്റെയും ഒക്കെ പാദങ്ങൾ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നന്ദി, നമസ്കാരം. ആചാര്യന് ദക്ഷിണ നൽകുന്ന സന്ദർഭമാണ്. എല്ലാവരും ഉറക്കെ നാമം ജപിക്കൂ. എത്രയും നേരം അത്യധികം ഭക്തിയോടെ ഭഗവത് കഥകളെ പറഞ്ഞു തന്ന അദ്ദേഹത്തിന് ദക്ഷിണ ചെയ്യുകയാണ്. എല്ലാവരും ഉറക്കെ നാമം ജപിക്കും. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ